ദൈവവിളിയുടെ ഒരു പവിത്രമായ ഉപകരണമെന്ന നിലയിൽ ഷോഫർ അഥവാ മുട്ടാടിന്റെ കൊമ്പുകൊണ്ടു കാഹളം ബൈബിൾ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. സീനായി പർവ്വതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിവരുമ്പോൾ അതിന്റെ ശബ്ദം ഉച്ചത്തിലായി. പുറപ്പാട് 19:16. ഇസ്രായേലിനെ യുദ്ധത്തിന് വിളിക്കാനും വിജയം ആഘോഷിക്കാനും രാജാക്കന്മാരെ പ്രഖ്യാപിക്കാനും ഇത് ഉപയോഗിച്ചു. ഏറ്റവും പ്രധാനമായി കാഹളപ്പെരുന്നാളിൽ അത് മുഴങ്ങി ജനങ്ങളെ മാനസാന്തരത്തിലേക്കും പുതുക്കലിലേക്കും വിളിച്ചു. ലേവ്യപുസ്തകം 23:24. ഷോഫറിന്റെ മുഴക്കം വെറുമൊരു ശബ്ദമല്ല, അത് ഒരു ആത്മീയ അലാറമാണ്. ഹൃദയങ്ങളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുകയും ദൈവത്തിന്റെ വിശുദ്ധിയെയും രാജത്വത്തെയും കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിന് യെരീഹോയുടെ പതനത്തിലെന്നപോലെ യുദ്ധത്തിന്റെയോ വിജയത്തിന്റെയോ സൂചനയായി ഷോഫാർ ഊതിയിരുന്നു. മുന്നറിയിപ്പിനായി, ന്യായവിധിയെക്കുറിച്ചോ വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ചോ ഉള്ള മുന്നറിയിപ്പായി പ്രവാചകന്മാർ കാഹളത്തെക്കുറിച്ച് സംസാരിച്ചു. യെഹെസ്കേൽ 33:3-6. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഷോഫർ ഒരു വലിയ പ്രത്യാശയിലേക്ക് വിരൽ ചൂണ്ടുന്നു. കർത്താവ് തന്നെ ആർപ്പുവിളിയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിവരും. 1 തെസ്സലോനീക്യർ 4:16. അവസാന കാഹളത്തിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയിർത്തെഴുന്നേൽക്കും. ദൈവജനം ഒത്തുകൂടും. ഷോഫർ ദൈവത്തിന്റെ വിജയം, അവന്റെ ഉടമ്പടി, നിത്യജീവന്റെ വാഗ്ദാനങ്ങൾ എന്നിവ പ്രഖ്യാപിക്കുന്നു.